ഹായ് ഓൾ, എല്ലാവർക്കും നിഹാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡനിങ് വീഡിയോയാണ്. നമ്മുടെ ബൊഗൈൻവില്ലയിൽ ചെറുതിലേ തന്നെ നിറയെ പൂക്കൾ കുലകുത്തി ഉണ്ടാവാനുള്ള കുറച്ച് ടിപ്സുകളും അതുപോലെ തന്നെ പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതുമാണ്. നമുക്കെന്നാ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്ന ഒരു ചെടിയാണ് ബൊഗൈൻവില്ല. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. ഡിസംബർ മുതൽ മെയ് വരെ ഇതിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കും. ഒരു പ്രാവശ്യം പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 5 ആഴ്ച വരെ അത് നിൽക്കും. ഈ ബൊഗൈൻവില്ലയിൽ നല്ലപോലെ പൂവിടാനുള്ള പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായി ആദ്യം എടുത്തിരിക്കുന്നത് ഇതിന് 2 കപ്പ്, ഈ കാണിച്ചിരിക്കുന്ന കപ്പിന് 2 കപ്പ് ചാണകമാണ്. അതേ കപ്പിൽ തന്നെ തുല്യ അളവിൽ നമ്മൾ എല്ലുപൊടിയും എടുക്കുന്നുണ്ട്. 2 കപ്പ് അളവിൽ എല്ലുപൊടിയും എടുക്കുന്നു. ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഇത് 3ഉം കലർന്ന മിശ്രിതമാണ് നമ്മൾ പോട്ടി മിക്സായി ഉപയോഗിക്കുന്നത്. ഇപ്പം ചാണകപ്പൊടിയും എല്ലുപൊടിയും ഞാനിവിടെ തുല്യ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഇത്ര അളവിന് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചാണകപ്പൊടിയിൽ നൈട്രജൻ്റെ അളവ് കൂടുതലായതിനാൽ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ എല്ലുപൊടിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഫോസ്ഫറസ് കണ്ടൻ്റാണ്. ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് പൂക്കളുടെ എണ്ണം കൂടാൻ ഇത് സഹായിക്കുന്നുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ വേരുകൾക്ക് നല്ല ഉറപ്പും നൽകുന്നുണ്ട്. ഈ ഗ്രോത്ത് മിക്സ്ചറിൻ്റെ കൂടെ നമുക്ക് സാധാരണ മണ്ണും കൂടി ചേർത്ത് കൊടുക്കാം. ബൊഗൈൻവില്ല ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന 3 വളങ്ങളാണ് ഇവ. ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും. അതും നമ്മുടെ സാധാരണ മണലും ചേർത്താണ് നമ്മളിവിടെ പോട്ടി മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. നഴ്സറിയിൽ നിന്ന് വാങ്ങി വരുന്ന തൈകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പോട്ട് വീണ്ടും റീപോട്ട് ചെയ്യുകയാണെങ്കിലും നമുക്കിതുപോലെ തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് ചെടി നടുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. നമ്മുടെ ഈ ചെടികളിലെല്ലാം തന്നെ പൂക്കൾ ധാരാളം ഉണ്ടാകാൻ സഹായിക്കുന്നത് ഫോസ്ഫറസ് കണ്ടൻ്റാണ്. അപ്പോൾ എല്ലുപൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട്, നിറയെ പൂക്കൾ കിട്ടും. നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു ചട്ടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ആ ഹോൾ അടയ്ക്കാൻ വേണ്ടി ഒരു കല്ല് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ നമ്മൾ മണലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും പിന്നീട് മണൽ കയറിയിരുന്ന് ഹോൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടൊരു കല്ല് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചട്ടിയുടെ കാൽഭാഗം നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ചെടി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ചെടി എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, അതിൻ്റെ വേര് പൊട്ടിപ്പോകാതെ നമുക്ക് റീപോട്ട് ചെയ്യാം. വി ആകൃതിയിൽ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ലപോലെ നമ്മൾ പോട്ടിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പോട്ട് നന്നായി നനച്ച ശേഷം ഇങ്ങനെ ഇളക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഇളകി വരുന്നതാണേ. ഇത് നമുക്ക് ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി പോട്ടി മിക്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ബൊഗൈൻവില്ലയിൽ നിറയെ കുലകുത്തി പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. 1, നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വേണം നമ്മുടെ ബൊഗൈൻവില്ല നടേണ്ടത്. ഒരു ദിവസം ഒരു 5 മണിക്കൂറെങ്കിലും, കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം ബൊഗൈൻവില്ല നടേണ്ടത്. പിന്നെ ശരിയായ വളപ്രയോഗം, ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങൾ ഉപയോഗിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രോപ്പർ പ്രൂണിംഗ് ആണ്. ബൊഗൈൻവില്ലയിൽ 2 തരത്തിൽ പ്രൂണിംഗ് ഉണ്ട്. സോഫ്റ്റ് പ്രൂണിങ്ങും ഉണ്ട്, ഹാർഡ് പ്രൂണിങ്ങും ഉണ്ട്. മഴക്കാലത്തിന് ശേഷമൊക്കെ നല്ല ഹാർഡ് പ്രൂണിംഗ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡിസംബർ മുതൽ മെയ് വരെയാണ് നമ്മുടെ ബൊഗൈൻവില്ലയിൽ നിറയെ നമുക്ക് പൂക്കൾ കിട്ടുന്ന സമയം. ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് സോഫ്റ്റ് പ്രൂണിങ് ചെയ്യാം. ഡിസംബർ ആകുമ്പോൾ നമുക്ക് പൂക്കൾ നല്ലപോലെ വന്നു തുടങ്ങും. ഒരു പ്രാവശ്യം പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച മുതൽ 5 ആഴ്ച വരെ ആ പൂക്കൾ നിൽക്കും. പ്രൂണിങ്ങിന് ശേഷം നമുക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവ തുല്യ അളവിലെടുത്ത് പൊളിപ്പിച്ച സ്ലറി അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. നിറയെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ തന്നെ DAP 19-19-19 തുടങ്ങിയ വളങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിറയെ പൂക്കൾ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ റീപോട്ട് ചെയ്തതിന് ശേഷം ഒരാഴ്ച നമുക്ക് തണലിൽ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വെയിലത്തേക്ക് മാറ്റി നടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.